എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയിലാണ് നിൽക്കുന്നത് കേട്ടോ. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടു കേട്ടോ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഒല്ലിലും ഒരലിലും ഒക്കെ ഇട്ട് മസാല ഇടിച്ച് അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ഇടിച്ച് പൊടിക്കുകയല്ലായിരുന്നു. അതേ മോഡലിൽ ഇവിടെ ഒരു മെഷീന് ഈ ഒരു നാട്ടിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ കണ്ടത്. അതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോവാണ്. ഇതേ നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ ഒരു മില്ലിൽ ഈ ഒരു സംഭവം ഉണ്ട്, നമുക്കതൊന്ന് കണ്ടുവരാം. ഇതാണ് കേട്ടോ നമ്മുടെ ഒലക്കയിലടിക്കുന്ന മെത്തേഡിലുള്ള ഒരു മെഷീന്. ഇതുണ്ടോ 1 2 3 4 ഇരുമ്പൊലക്കയാണ്. ഇരുമ്പൊലക്ക ഇതിൻ്റെ അകത്തേക്ക് പോയി ഇങ്ങനെ ഇടിക്കുവാണ് ഒരേ സമയം. എന്നിട്ട് നല്ലതുപോലെ മസാലയെ പൊടിക്കുവാണ്. ഈ ഒരു നാട്ടിൽ ഇവർ മസാല ഫുള്ള് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, ഈ ഒരു മെഷീനിലാണ്. ഇതിലേക്ക് ഇപ്പോൾ ഇതുണ്ടോ മസാല അങ്ങ് ഇടാനായിട്ട് പോവാണ്. മസാലയ്ക്കുള്ള കൂട്ട് മെഷീനിൽ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ 4 ഉലക്കകൾ ഒരേപോലെ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് എല്ലാ വീടുകളിലും ഉള്ള ഒരു സാധനമായിരുന്നു കേട്ടോ ഒലക്ക. ഇന്ന് ഇത് കാണാനേ ഇല്ല. ഈ ഒരു മെഷീൻ്റെ പ്രവർത്തനമൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു പഴയ കാലമൊക്കെ ഓർമ്മ വന്നു. ഇരുമ്പിൻ്റെ ഒലക്ക വെച്ച് ഇടിക്കുന്നൊരു സംഭവം കണ്ടല്ലോ. നമ്മൾ മലയാളികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ റെഡിമെയ്ഡായിട്ട് കറിപ്പൗഡറെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുകയാണ്. അതിൽ എത്രത്തോളമൊക്കെ വിശ്വസിക്കാമെന്നൊക്കെ കണ്ടറിയേണ്ടി വരും. മാക്സിമം നമ്മൾ അറിയാവുന്ന ആൾക്കാരുടെ നിന്നൊക്കെ കറി പൗഡർ വാങ്ങാനായിട്ട് ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.